ഇന്നത്തെ ചോദ്യം ഇതാണ്. ഒന്ന്, ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നവൻ എന്തെല്ലാം ഓതണം? അഊദും ബിസ്മിയും ഓതേണ്ടതുണ്ടോ? ഒരാള് ഇമാമിനെ തുടർന്ന് ഇമാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിക്കുന്ന ആള് എന്തൊക്കെയാണ് ഓതേണ്ടത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പ് പലരും തല ഉയർത്തുന്നതായി കാണുന്നുണ്ടല്ലോ, അങ്ങനെ തല ഉയർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് ഇമാമ് റുകൂഇലേക്ക് പോയിട്ട് റുകൂഇൽ നിന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇമാമ് ഉയരുന്നതിന് മുന്നേ ചില ആളുകൾ എന്ത് ചെയ്യും? ഇമാമിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ ഇമാമ് ഉയരുന്നതിന് മുമ്പേ അവർ ഉയരും. അതുപോലെ ഇമാമ് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പേ ചിലര് സുജൂദിലേക്ക് പോകും. ഇമാമ് സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പേ ചിലർ തല ഉയർത്തും. ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പേ ചിലരെന്ത് ചെയ്യും? സലാം വീട്ടി കഴിയും. ഓവർടേക്ക് ചെയ്യുക, ഇമാമിനെ ഓവർടേക്ക് ചെയ്യുക, അതിന്റെ വിധി എന്താണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, തറാവീഹ് നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്ത് പകുതി ആകുന്നതിന് മുമ്പ് ഇമാം സലാം വീട്ടുന്നു. അപ്പോ ഞങ്ങൾക്ക് അത്തഹിയാത്ത് പൂർണ്ണമായി ഓതാൻ കഴിയുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോ എല്ലാവരും സ്പീഡ് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? പൊതുവെ അങ്ങനെയാണ്. ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കി അർത്ഥം ചിന്തിച്ച് ഓതി നിസ്കരിക്കുന്നത് വളരെ കുറവാണ്. എത്രയും പെട്ടെന്ന് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് 5 അല്ല 6ാമതൊരു ഗിയർ ഉണ്ടെങ്കിൽ ആ ഗിയറും കൂടെ പിടിച്ചിട്ട് എത്രയും ഫാസ്റ്റായിട്ട് ഓതി തീർക്കുക എന്നതാണ് ഓതുന്ന ആളിന്റെയും പുറകിൽ നിൽക്കുന്ന ആളുകളുടെയും അവരെ ജോലിക്ക് നിർത്തിയ കമ്മിറ്റിക്കാരുടെയും ഒക്കെ നിയമം. ഇപ്പൊ അങ്ങനെയായി മാറി. അപ്പൊ അങ്ങനെ നിന്ന് നിസ്കരിക്കുമ്പോ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന സാധാരണ നിത്യമായി പതിവായി നിസ്കരിക്കുന്ന ആളുകൾ അവർ അത്തഹിയാത്ത് ഓതുന്നതിന് ഒരു സമയമുണ്ടാവും. അവർ ആ പഠിച്ചു വെച്ച ശൈലിയിൽ മെല്ലെ ആയിരിക്കും ഓതുക. അപ്പൊ അവരത് ഓതി തുടങ്ങുമ്പോഴേക്കും ഇവിടെ ഇമാം എന്ത് ചെയ്യും? സലാം വീട്ടും. ഇവിടെ ഓതി തീർക്കാൻ വേണ്ടി ഇരുന്നാൽ ഇമാം എഴുന്നേറ്റ് അടുത്ത റക്അത്തിലെ റുകൂഉം കഴിയും. നല്ലൊരു ചോദ്യമാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് ഈ 3 ചോദ്യങ്ങൾക്ക് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം എന്താണ് എന്നതിനെ കുറിച്ചാണ് മറുപടി പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾ അഥവാ മഅ്മൂമിങ്ങൾ, ഹനഫി മദ്ഹബിൽ മുഖ്തദി എന്നാണ് പറയുക. അപ്പൊ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ഓതേണ്ടത്? അഊദും ബിസ്മിയും ഓതേണ്ടതുണ്ടോ? ചോദ്യത്തിലുള്ളതാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഹനഫി മദ്ഹബ് അനുസരിച്ച് ആ മദ്ഹബ് ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആ ഇമാമിന് വലിയ പവറാണ്. അതുകൊണ്ടാണ് വിവരം ഉള്ള ആളുകൾ തന്നെ ഇമാമ് നിൽക്കണം. കാരണം ഈ മഅ്മൂമിങ്ങൾക്ക് അവരുടെ നിസ്കാരത്തിൽ വന്നു പോയേക്കാവുന്ന കുറവുകളൊക്കെ ഇമാമിന്റെ നിസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടണം. അത്രത്തോളം പവറുള്ള അറിവുള്ള ആളായിരിക്കണം ആര്? ഇമാമ്. അങ്ങനെ ഇമാമ് നിസ്കരിക്കുന്നു. സിർരിയായ നിസ്കാരമാകട്ടെ ജഹരിയായ നിസ്കാരമാകട്ടെ. എന്താ സിർരിയായ നിസ്കാരം? പതുക്കെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരം. ഉദാഹരണം ളുഹർ നിസ്കാരം, അസർ നിസ്കാരം പോലെ. ജഹരിയായ നിസ്കാരം എന്ന് പറഞ്ഞ ഉറക്കെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരം. അതേതാണ്? സുബഹി. സുബഹിക്ക് ഉറക്കെയല്ലേ ഓതുന്നത്? ഇശാ, മഗ്രിബ് പോലെ. അതിനാണ് ജഹരിയായ നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ജഹരിയായ നിസ്കാരമാകട്ടെ സിർരിയായ നിസ്കാരമാകട്ടെ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ പിറകിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരാൾ, ഒരു മഅ്മൂം അല്ലെങ്കിൽ ഒരു മുഖ്തദി, അയാള് സനാ മാത്രം ഓതിയാൽ മതി.
എന്തുമാത്രം ഓതിയാൽ മതി? സനാ, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് മാത്രം പറഞ്ഞ് ഇമാമിനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക. ഇമാമിന്റെ ഓതൽ കേട്ടാലും കേട്ടില്ലെങ്കിലും ഇമാമിനെ ശ്രദ്ധിച്ചിരിക്കുക. അതാണ് ഹനഫി മദ്ഹബിന്റെ നിയമം. അപ്പൊ ളുഹർ നിസ്കാരത്തിൽ ഇമാമിന്റെ ഓതൽ കേൾക്കുന്നില്ല, എന്നാലും നമ്മൾ മഅ്മൂമീങ്ങൾ അവിടെ ഓതേണ്ടതില്ല. സനാ മാത്രം ഓതിയാൽ മതി. ഫാത്തിഹ ഓതണ്ട, സൂറത്ത് ഓതണ്ട. അപ്പൊ ഇത് വളരെ നല്ലൊരു പ്രസക്തമായൊരു ചോദ്യമാണ്. പലരും ചിലപ്പോഴൊക്കെ ഹനഫി പള്ളികളിൽ ചെല്ലുമ്പോൾ ഇമാമിന്റെ പിറകിൽ നിന്ന് ഭയങ്കര ഓതൽ കേൾക്കാം. അതായത് ഇമാമ് ഫാത്തിഹ ഓതി കഴിയുമ്പോൾ ഇവിടെ ഫാത്തിഹ ചിലർ ഓതുന്നു, ചിലർ സൂറത്ത് ഓതുന്നു. അത് കറാഹത്തായി എണ്ണപ്പെടുകയാണ്. ഓതാൻ പാടില്ല. അപ്പൊ ഫാത്തിഹയും ഓതണ്ട, സൂറത്തും ഓതണ്ട. ജമാഅത്തായി നിസ്കരിക്കുമ്പോഴാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ എന്തായാലും ഫാത്തിഹ ഓതണം, സൂറത്തും ഓതണം. ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഫാത്തിഹയും ഓതണ്ട, സൂറത്തും ഓതണ്ട. കൂട്ടത്തിൽ ഒരു മസ്അല കൂടി പറഞ്ഞുതരാം. ഉറക്കെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരത്തില് ഇമാമ് ഫാത്തിഹ ഓതി കഴിയുമ്പോ വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞു നിർത്തുമ്പോ ആമീൻ പറയൽ സുന്നത്തുണ്ട്. ഇമാമിനും സുന്നത്താണ്, ഇമാമിന്റെ പുറകിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങൾക്കും ആമീൻ പറയൽ എന്താണ്? സുന്നത്താണ്. പക്ഷെ ആ ആമീൻ പറയൽ ശാഫിഈ മദ്ഹബിൽ പറയുന്നത് പോലെ ഉറക്കെ പറയണോ? വേണ്ട. പിന്നെ സ്വന്തം ശരീരം കേൾക്കുന്ന ശബ്ദത്തിൽ പതുക്കെ ആമീൻ എന്ന് പറയണം. അത് സുന്നത്താണ്. അപ്പോ മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, സുബഹി നിസ്കാരം, ഈ നിസ്കാരങ്ങളിലൊക്കെ, ഇപ്പോ തറാവീഹ് നിസ്കാരം, ഈ നിസ്കാരങ്ങളിലൊക്കെ ഇമാമ് ഉറക്കെയാണ് ഓതുന്നത്. അപ്പൊ ഇമാമിന്റെ വലദ്ദാല്ലീൻ കഴിയുമ്പോ മഅ്മൂം, ഇമാമിന്റെ പിറകിൽ നിൽക്കുന്നവർ ആമീൻ പറയണം. അത് സുന്നത്താണ്. അതിന് വലിയ പ്രതിഫലം ഉണ്ട്. കാരണം ഫാത്തിഹ എന്ന് പറയുന്നത് ഒരു ദുആയാണ്. അപ്പൊ ആ ദുആയ്ക്ക് ഒരു ഐക്യകണ്ഠേന എന്ന നിലയ്ക്ക് ഇമാമ് നടത്തിയ ആ പ്രാർത്ഥനയ്ക്ക് റബ്ബേ നീ ഉത്തരം നൽകണേ അല്ലാഹ് എന്ന രീതിയിൽ ആമീൻ എന്ന് മഅ്മൂമീങ്ങളും പറയണം. അത് ഉറക്കെ പറയരുത്. സ്വന്തം നഫ്സ് കേൾക്കുന്ന രീതിയിൽ വേണം ആ ആമീൻ പറയാൻ. ആ ചോദ്യത്തിന്റെ കൂടെ വന്ന മറ്റൊരു ചോദ്യമാണ് അഊദും ബിസ്മിയും ഓതണോ? എപ്പോ? ഇമാമിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ അഊദും ബിസ്മിയും ഓതണോ? ഇതാണ് ഒരു ചോദ്യം. ആ ചോദ്യത്തിന്റെ കൂടെ വന്നൊരു ചോദ്യമാണ്. കാരണം ഹനഫി മദ്ഹബിൽ മഅ്മൂമീങ്ങൾക്ക് ഖിറാഅത്ത് ഇല്ല, അഥവാ ഫാത്തിഹയും സൂറത്തും ഓതേണ്ടതില്ല നിസ്കാരത്തിൽ. അപ്പോ ഖിറാഅത്ത് ഇല്ലാത്ത സ്ഥിതിക്ക്, അഥവാ ഫാത്തിഹയും സൂറത്തും ഓതണ്ടാത്ത സ്ഥിതിക്ക് പിന്നെന്തിന് അഊദും ബിസ്മിയും ഓതണം? അപ്പം അഊദും ബിസ്മിയും ഓതാനും പാടില്ല. അപ്പം അഊദും ബിസ്മിയും ഓതാൻ പാടില്ല. കാരണം എന്ത്? അഊദും ബിസ്മിയും ഓതണമെങ്കിൽ ഖുർആൻ ഓതുന്നതിനല്ലേ, ഖുർആൻ ഓതുന്നതിനല്ലേ അഊദും ബിസ്മിയും ഓതേണ്ടത്. ഇവിടെ ഈ ചങ്ങാതിക്ക്, അഥവാ ഈ മഅ്മൂമിന്, ഈ മുഖ്തദിക്ക് ഫാത്തിഹയും സൂറത്തും ഓതണ്ട. അപ്പൊ പിന്നെ അയാൾ എന്തിന് അഊദും ബിസ്മിയും ഓതണം? അപ്പൊ അഊദും ബിസ്മിയും ഓതേണ്ടതില്ല. ഇത് രണ്ടും ഇമാമിന് സുന്നത്തുണ്ട്. അഊദും ഓതണം, ബിസ്മിയും ഓതണം. ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന ഹനഫി പള്ളിയിൽ ബിസ്മി ഓതാൻ പാടില്ല. ബിസ്മി ഉറക്കെ ഓതരുത് എന്ന് മാത്രമേ ഉള്ളൂ. ബിസ്മി പതുക്കെ ഓതണം. പതുക്കെ ഓതൽ അത് സുന്നത്താണ്. സുന്നത്ത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ലല്ലോ. അപ്പം ആ സുന്നത്ത് ഇമാം എടുക്കണം. നേരെ മറിച്ച് ഇമാമിന്റെ പിറകിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങൾ, മുഖ്തദീങ്ങൾ, അവർ അഊദും ഓതണ്ട, ബിസ്മിയും ഓതണ്ട. ഇത് വളരെ സിമ്പിളായി ഈ ചോദ്യത്തിന്റെ മറുപടിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പ് പലരും തല ഉയർത്തുന്നത് കാണുന്നുണ്ടല്ലോ, അതിന്റെ വിധി എന്താണ്? അതൊരിക്കലും പാടില്ലാത്ത ഒരു സംഗതിയാണ്. ഇമാമിനെ മുൻകടക്കാൻ പാടില്ല, ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, നിങ്ങൾക്ക് ഇമാമിനെ നിശ്ചയിച്ച് തരുന്നത് എന്തിനാണ്? ലിയുതമ്മ
ലിയുത്തമ്മ ബിഹി, ഇമാമിനെ പിന്തുടരാൻ വേണ്ടിയിട്ടാണ്, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇമാമിനെ നിശ്ചയിക്കുന്നത് ആ ഇമാമിന്റെ പിന്നിൽ നിൽക്കാൻ, അഥവാ ഇമാമ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇമാമ് ചെയ്യുന്നതിന്റെ കൂടെയോ ഇമാമ് ചെയ്യുന്നതിന് മുമ്പോ നമ്മൾ ചെയ്യേണ്ടതില്ല. തുടരുക എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ നിന്ന് ചെയ്യുന്നതിനാണല്ലോ തുടരുക എന്ന് പറയുന്നത്. തുടർച്ച, ഒന്നിന്റെ പിറകിൽ നിന്ന് തുടരുമ്പോഴല്ലേ തുടരുക എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസ് നമുക്കിതിന് തെളിവാണ്. എന്താണ്? ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിക്കുന്നത് ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫലാ തഖ്തലിഫു അലൈഹി, നിങ്ങൾ ആ ഇമാമിനേക്കാൾ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അമാ യഖ്ശല്ലദി യർഫഉ റഅസഹു ഖബലൽ ഇമാമി, ഇമാമ് തല ഉയർത്തുന്നതിനു മുമ്പ് തല ഉയർത്തുന്ന ഒരാൾ അവൻ ഭയപ്പെടുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഇമാമിനേക്കാൾ ഓവർടേക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇമാം റുക്കൂഇൽ നിന്ന് ഉയരുന്നതിന് മുമ്പേ തല ഉയർത്തുന്നു, ഇമാം റുക്കൂഇലേക്ക് പോകുന്നതിന് മുന്നേ ഇവൻ റുക്കൂഇലേക്ക് പോകുന്നു, ഇമാമ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പേ ഇവൻ തല ഉയർത്തുന്നു, അങ്ങനെ ഇമാമിന് മുമ്പ് തല ഉയർത്തുന്നു, കുനിയുന്നു, നൂരുന്നു, അങ്ങനെ ചെയ്യുന്ന ഒരുത്തൻ അവൻ ഭയപ്പെടുന്നില്ലേ? എന്തിന് ഭയപ്പെടുന്നില്ലേന്ന്? അല്ലാഹു തആല അവന്റെ ഈ മനുഷ്യ തലയെ കഴുതയുടെ തലയായി മാറ്റുന്നതിനെ അവൻ ഭയപ്പെടുന്നില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. മനുഷ്യന്റെ തലയാണല്ലോ നമുക്കുള്ളത്. ഈ തല അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? കഴുതയുടെ തലയായി കോലം മറിക്കുന്നു, തെറ്റിച്ചു കളയുന്നു. അതിനെ അവൻ ഭയപ്പെടുന്നില്ലേ? അപ്പൊ അത്രത്തോളം ഗൗരവമുണ്ട്. ഇമാമിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇമാമ് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ്, റുക്കൂഇൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് മഅ്മൂമീങ്ങൾ ഓവർടേക്ക് ചെയ്ത് മുന്നേ ചെയ്യാൻ പാടില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ അഥവാ ഹദീസിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അൽ വഈദു ലിമൻ റഫഅ റഅസഹു, ഇമാമിന് മുമ്പ് തല ഉയർത്തുന്ന ഒരാൾക്കുള്ള താക്കീതാണ് ഈ ഹദീസ്. ഇമാം റുക്കൂഇലേക്ക് പോകുന്നതിന് മുമ്പ് റുക്കൂഇലേക്ക് പോകുന്നവനും, റുക്കൂഇൽ നിന്ന് ഇമാമ തല ഉയർത്തുന്നതിന് മുമ്പ് തല ഉയർത്തുന്നവനും, സുജൂദിൽ നിന്ന് ഇമാമ തല ഉയർത്തുന്നതിന് മുമ്പ് തല ഉയർത്തുന്നവനും ഒക്കെയുള്ള ഒരു താക്കീതാണ് ഇത് എന്ന് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അന്നദാലിക മിൻ ഫിഇലി ശൈത്താൻ, അത് ശൈത്താനിന്റെ പണിയിൽപ്പെട്ടതാണ്. എന്താണ്? ഇമാമിനേക്കാൾ ഓവർടേക്ക് ചെയ്യുക, നേതൃത്വത്തെ അംഗീകരിക്കാതിരിക്കുക. ഒരു നേതാവിനെ നമുക്ക് നിശ്ചയിച്ചു തരുമ്പോ ആ നേതാവിനെ നമ്മൾ പിൻപറ്റി ആ നേതാവിന്റെ പിറകിൽ നിൽക്കണം, അല്ലാതെ മുമ്പിൽ കയറുകയല്ല വേണ്ടത്. അപ്പോ ആ ഈ നേതൃത്വത്തെ അംഗീകരിക്കാതിരിക്കുക, ഇമാമിനെ പിൻപറ്റാതിരിക്കുക, പിൻപറ്റിയാൽ തന്നെ ഇമാമിനെ മുൻകടക്കുക, ഓവർടേക്ക് ചെയ്യുക, അത് മിൻ ഫിഇലി ശൈത്താൻ, അത് ശൈത്താനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. മാത്രവുമല്ല മഹാന്മാര് പഠിപ്പിക്കുന്നു, എന്താണ്? ലിമൻ കാനത്ത് നാസിയത്തുഹു ബിയദിഹി വഹുവ ശൈത്താൻ, ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പ് അങ്ങനെ ഒരാൾ തല ഉയർത്തുകയോ ഇമാമിന് മുമ്പേ മുൻകടന്ന് പോവുകയൊക്കെ ചെയ്താൽ അത് ശൈത്താനിന്റെ പണിയിൽ പെട്ട ഒരു സംഗതിയാണ്. മാത്രമല്ല ഹദീസിൽ കഴുതയുടെ തലയോട് ഉപമിക്കാനുള്ള കാരണം അത് ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത ഒരു ജീവിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വിവരമില്ലാത്ത ജീവിയെ പോലെ ആകരുത് എന്ന് ഒരർത്ഥം ഉണ്ട് എന്ന് ചില മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പിൽക്കാലത്ത് നടന്ന ഒരു സംഭവം ചരിത്രത്തിൽ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹദീസിനെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ നിഷേധിച്ച ഒരു വലിയ പണ്ഡിതനാണ്. ഒരുപാട് ദർസ് നടത്തി കിതാബുകൾ എടുത്തൊരു മഹാനാണ്. അപ്പോ അദ്ദേഹം ഈ ഹദീസിനെ നിഷേധിച്ചപ്പോ അദ്ദേഹത്തിന്റെ തല അല്ലാഹു തആല കഴുതയുടെ തലയായി കോലം മറിച്ച് കളഞ്ഞു. പിൽക്കാലത്ത് അങ്ങനെ തന്നെ ഒരു കഴുതത്തലയുമായി ജീവിച്ച് കഴുതത്തലയായി മരിക്കേണ്ടി വന്ന ഒരാളുടെ ചരിത്രം കിതാബുകളിൽ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഹദീസുകളെ നിഷേധിക്കാൻ പാടില്ല, ഹദീസുകൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ആണ് വേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഒരിക്കലും ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ ഒരിക്കലും പാടുള്ളതല്ല. അത് ഫർദ് നിസ്കാരത്തിലാകട്ടെ, തറാവീഹ് നിസ്കാരത്തിലാകട്ടെ, വിത്ർ നിസ്കാരത്തിലാകട്ടെ, പെരുന്നാൾ നിസ്കാരത്തിലാകട്ടെ, എവിടെയാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുമ്പോ ആ ഇമാമിന്റെ പിറകിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഇമാമ് ചെയ്തതിനോടൊപ്പം തൊട്ടു പിന്നാലെ ചെയ്യുക, അല്ലാതെ ഇമാമിന്റെ മുമ്പേ കയറി അമലുകൾ ചെയ്യാൻ പാടുള്ളതല്ല, അത് തെറ്റാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം.